فبأي آلاء ربكما تكذبان. അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമങ്ങൾ അൽ അഫുവു, അൽ ഗഫൂറു, അൽ ഗഫാറു, അത്തവ്വാബു. ഈ 4 നാമങ്ങളാണ്. ആശയം കൊണ്ട് ഒരേ അർത്ഥം വരുന്നത് കൊണ്ടാണ് ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. അൽ അഫുവു, അൽ ഗഫൂറു, അൽ ഗഫാർ, അത്തവ്വാബ്. ഈ നാമങ്ങളെല്ലാം ഖുർആനിൽ വന്നിട്ടുള്ള നാമങ്ങളാണ്. സൂറത്തുൽ ഹജ്ജിലെ 60-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ ലഅഫുവുൻ ഗഫൂറുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫുവാണ്, ഗഫൂറാണ്. അതുപോലെ സൂറത്തുൻ നിസായിലെ 99-ാമത്തെ ആയത്തിലും കാനല്ലാഹു അഫുവൻ ഗഫൂറ എന്ന് വന്നിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 73-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫത്ഹിലെ 14-ാമത്തെ ആയത്തിലെല്ലാം ഗഫൂർ എന്നുള്ള നാമങ്ങൾ കാണാം. സൂറത്തു ത്വാഹയിലെ 82-ാമത്തെ ആയത്തിൽ വ ഇന്നി ലഗഫാറുൻ ലിമൻ താബ വ ആമന വ അമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ വ ഇന്നി ലഗഫാറുൻ എന്ന് സൂറത്തു ത്വാഹയിലെ 82-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 160-ാമത്തെ ആയത്തിൽ വ അന തവ്വാബുർ റഹീം, അത്തവ്വാബ് എന്നുള്ള നാമവും കാണാം. എന്താണ് ഈ നാമങ്ങളെല്ലാം അർത്ഥം? എന്താണ്? ഗഫൂർ, ഗഫാർ എന്നുള്ളത് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള അധിക പേർക്കും അറിയാവുന്ന അർത്ഥങ്ങളാണ്. ഗഫൂർ എന്നാൽ പാപം പൊറുക്കുന്നവൻ എന്നെല്ലാം അർത്ഥം. അതിൻ്റെ സീഗത്തു മുബാലഗ, അതായത് അതിൻ്റെ ധാരാളം പാപം പൊറുക്കുന്നവൻ എന്നുള്ള ആശയത്തിലാണ് ഗഫാർ എന്നുള്ള പദമെല്ലാം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അഫുവും ഗഫൂറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഫു എന്നാലും നമ്മൾ മലയാളത്തിൽ പാപം പൊറുക്കുന്നവൻ എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്താണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അഫുവ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യംഹുസ് സയ്യിആത്ത്, പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ് അഫുവ് എന്ന് പറയുന്നത്. പാപങ്ങൾ, തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് ഒഴിവാക്കി കൊടുത്ത് അതിനെ മായ്ച്ചു കളയുന്നവനാണ് അഫുവ് എന്ന് പറയുന്നത്. ഗഫൂർ എന്നുള്ള അർത്ഥത്തിനോട് തന്നെ സാമ്യതയുള്ളതാണ്. പക്ഷെ ഗഫൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ മറച്ചു വെക്കുന്നവൻ, സിത്ർ ചെയ്യുന്നവൻ എന്നാണ് ഗഫൂർ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പോൾ ഹെൽമെറ്റിനൊക്കെ അറബിയിൽ മിഗ്ഫർ എന്ന് പറയും, തലയിലിടുന്ന തലയെ സംരക്ഷിക്കാൻ മറച്ചു വെക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപം മറച്ചു വെക്കുക എന്നുള്ളതാണ്. എന്നാൽ അഫൂവ് എന്ന് പറയുമ്പോൾ ഗഫൂറിനേക്കാൾ ഒന്നുകൂടി ആഴത്തിലുള്ള ആശയമാണ്, അതിനെ പൂർണ്ണമായി മായ്ച്ചു കളയും എന്നതാണ്. ചില പണ്ഡിതന്മാർ അതിനൊരു ഉദാഹരണം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മരുഭൂമിയിലൂടെ എല്ലാം മറ്റും ഒരാൾ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ആ മരുഭൂമിയിൽ കാലടി പാടുകൾ ഉണ്ടാകും. പിന്നീട് ഒരു മണൽക്കാറ്റടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരടയാളവും ബാക്കിയില്ലാതെ പഴയ പോലെ തന്നെ അതാകും. അങ്ങനെ പാപങ്ങളെ മായ്ക്കുന്നവനാണ് അഫുവ് എന്ന് പറയുന്നത്. ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപം മറച്ചു വെക്കുന്നവൻ എന്നുള്ള അർത്ഥം. ഇനി തവ്വാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആശയത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരടിമയ്ക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നവൻ. ഒരാൾ പാപിയായി ജീവിക്കുകയാണ്, പാപം ചെയ്തു പോയി, അവൻ തൗബ ചെയ്ത് മടങ്ങാൻ അതിനുള്ള തൗഫീഖ് നൽകുന്നവൻ എന്നുള്ളത് ഒന്നാമത്തെ അർത്ഥം. അത് സൂറത്തു തൗബയിലെ 118-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, സുമ്മ താബ അലൈഹിം ലിയതൂബു. അള്ളാഹു സുബ്ഹാനഹു വ തആല താബ അലൈഹിം, അവരിലേക്ക് അള്ളാഹു തആല തൗബ ചെയ്തു എന്നൊക്കെ അതിൻ്റെ ആശയം പറയേണ്ടി വരിക. ഉദ്ദേശം അവർക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി, അവർ തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി. ഇന്നല്ലാഹു ഹുവത് തവ്വാബുർ റഹീം. ഇനി 2ാമത്തെ അർത്ഥം തവ്വാബ് എന്നുള്ളത്, ഒരാൾ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ് തവ്വാബിൻ്റെ 2ാമത്തെ അർത്ഥം. അത് കബൂൽ ചെയ്യുന്നവൻ. സൂറത്ത് ശൂറയിലെ 25-ാമത്തെ ആയത്തിൽ കാണാം, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അള്ളാഹുവാണ് അടിമകളുടെ തൗബ സ്വീകരിക്കുന്നത്. അപ്പോൾ അഫു എന്ന് പറഞ്ഞാൽ പാപം മായ്ച്ചു കളയുന്നവൻ, ഗഫൂർ ഗഫാർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മറച്ചു വെക്കുന്നവൻ, തവ്വാബ് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുന്നവൻ, ആ തൗബ സ്വീകരിക്കുന്നവൻ. ഈ ആശയങ്ങളാണ് ഈ നാമങ്ങളുടെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണം അഫു എന്ന് പറയുമ്പോൾ അതിൽ അഫു എന്നുള്ള വിശേഷണം, അതുപോലെ തന്നെ ഗഫൂർ എന്നുള്ളതിൽ മഗ്ഫിറത്ത് എന്നുള്ള വിശേഷണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യമാണ് ഈ മഗ്ഫിറത്ത് എന്നുള്ളത്, പാപങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ളത്.
കാരണം അതിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി രാവും പകലും, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രാവും പകലും അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. എത്ര വലിയ പാപങ്ങൾ അടിമകളിൽ സംഭവിച്ചാലും അത് പുറത്തു തരാൻ തയ്യാറായിട്ടുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ഇന്ന അല്ലാഹ കാന അഫുവൻ ഗഫൂറ, അതുപോലെ വകാന അല്ലാഹു അഫുവൻ ഗഫൂറ എന്ന് പറയുന്നത്. ഈ കാന എന്നുള്ള അറബി വാക്കിന് 5ഓളം അർത്ഥങ്ങൾ പറയും അറബിയിൽ. സാധാരണ ആയിരുന്നു എന്നുള്ള അർത്ഥമാണ്, എന്നാൽ ഇസ്തിമ്രാർ എന്ന് പറയും. അങ്ങനെ ഒരു കാന ഉണ്ട്, അഥവാ എപ്പോഴും ഒരേപോലെയാണ് എന്ന് അറിയിക്കാൻ കാന എന്നുള്ള പദം ഉപയോഗിക്കും. അപ്പോൾ കാന അല്ലാഹു അഫുവൻ ഗഫൂറ എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം കാന ആയിരുന്നു എന്നുള്ള അർത്ഥത്തിനെ ഉപയോഗിക്കുക, അതായത് അഫു ആയിരുന്നു എന്നുള്ളത്. പക്ഷേ ഇത് കാന ഇസ്തിമ്രാറാണ്, അഥവാ എപ്പോഴും അള്ളാഹു പാപം പൊറുക്കുന്നവനും അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ് എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, ഈ നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വ്യാപ്തിയാണ്. എത്രത്തോളം പാപികളായിട്ട് മനുഷ്യർ ജീവിച്ചിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലെ 45-ാമത്തെ ആയത്തിൽ പറയാണ്, വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിമാ കസബു, ജനങ്ങൾ ചെയ്തു കൂട്ടിയതിനെങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുകയായിരുന്നു എങ്കിൽ മാ തറക അലാ ദഹ്രിഹാ മിൻ ദാബ്ബ, ഈ ഭൂമിയിൽ ഒരു ജീവി പോലും ഉണ്ടാവുകയില്ല, ഒരു ജീവി പോലും ഉണ്ടാവുകയില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, പക്ഷേ ഒരു നിശ്ചിത സമയത്തേക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഫഇദാ ജാഅ അജലുഹും ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ, ആ സമയമെത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ പശ്ചാത്തപിച്ച് മടങ്ങാതെ മഗ്ഫിറത്ത് തേടാതെ അവർ ആ സമയത്ത് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണ് ദുർബലനായിട്ടുള്ള പാപങ്ങൾ സംഭവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു തആല അങ്ങേയറ്റം പുറത്തു കൊടുക്കുമെന്നുള്ളത്. ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ഇബ്ലീസിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായിട്ടുണ്ട്, മനുഷ്യരുടെ റൂഹ് അവരുടെ ശരീരത്തിലുള്ള കാലം അത്രയും ഞാൻ അവരെ പഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞത് വഇസ്സതി വജലാലി, എൻ്റെ പ്രതാപം തന്നെയാണ്, എൻ്റെ മഹത്വം തന്നെയാണ് സത്യം, അവരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇബ്ലീസിനെതിരെ, പിശാചിനെതിരെ, നമ്മെ പാപങ്ങളിൽ വീഴ്ത്തുന്ന, പ്രേരിപ്പിക്കുന്ന, അശ്രദ്ധയിലാക്കുന്ന ഇബ്ലീസിനെതിരെ നമുക്കുള്ള വലിയൊരു സമാധാനം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു തരും എന്നുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. മറ്റൊരായത്ത് സൂറത്തു നഹ്ലിലെ 61-ാമത്തെ ആയത്തിൽ നോക്കൂ, വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിദുൽമിഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ, ജനങ്ങളെ അവർ ചെയ്ത ഉൽമിൻ്റെ പേരിൽ ശിക്ഷിക്കുകയാണെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബ്ബ, ഒരു ജീവിയെയും അള്ളാഹു വിട്ടേക്കുകയില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, അള്ളാഹു തആല അവർക്കൊരു അവധി നിശ്ചയിച്ചിരിക്കുകയാണ്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ആ സമയം വന്നെത്തിയാൽ അത് മുന്നോട്ടോ പിന്നോട്ടോ ഒന്നും മാറുകയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ജീവിതത്തിൽ എല്ലാ സൗഖ്യവും എല്ലാം നൽകുന്നത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അങ്ങേയറ്റം അപവാദം പറഞ്ഞു വരുത്തുന്ന, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകുന്നുണ്ട്? ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ, അഥവാ അള്ളാഹു അഫൂ ചെയ്യുന്നതിൻ്റെ, വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെ ഒരടയാളമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ അഹദുൻ ഔ ലൈസ ഷൈഉൻ, ഒരാളുമില്ല അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല, അസ്ബറ അലാ അദൻ സമിഅഹു മിനല്ലാഹ്, അള്ളാഹുവിനെ പോലെ തന്നെക്കുറിച്ച് ഒരാക്ഷേപം കേട്ടിട്ട് അതിൽ ക്ഷമിക്കുന്നവനായി വേറൊരാളുമില്ല. ഇന്നഹും ലയദ്ഊന ലഹു വലദ, അവർ അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് വാദിക്കുന്നു. ലയദ്ഊന ലഹു വലദ, അവർക്ക് വാദിക്കുന്നു. വഇന്നഹു ലയുആഫീഹിം വയർസുഖുഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്ത് നൽകുന്നു, അവർക്ക് വിഭവങ്ങൾ നൽകുന്നു, ഭക്ഷണങ്ങൾ നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മഗ്ഫിറത്തൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യരായ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പിണക്കങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണമെന്നാണ്. ഇപ്പോൾ നോക്കൂ, നമുക്ക് അറിയാം, സ്വഹാബികളുടെ കാലത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം പറഞ്ഞുയർത്തുന്ന അവസ്ഥയുണ്ടായി. ആ പറഞ്ഞു പരത്തുന്നതിൽ ഒരാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചിലവിൽ താമസിച്ചിരുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെ ഈ വ്യക്തി പറഞ്ഞു പരത്തുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇനി അവനൊന്നും കൊടുക്കൂല, അവന് ചെലവിന് കൊടുക്കൂല, അവൻ്റെ കാര്യങ്ങൾ നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കി, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുക. അപ്പോൾ അല്ലാഹു അഫൂവാണ്, ഗഫൂറാണ്, ഗഫാറാണെന്നൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ പുറത്തു കൊടുക്കാനും എല്ലാം നമ്മൾ തയ്യാറാവണം. അല്ലാഹു ആലോചിച്ച് നോക്കി, അല്ലാഹുവിന് ഒരാളുടെയും ആവശ്യമില്ല, ഒരാളുടെ ഔദാര്യം ആവശ്യമില്ല. എന്നിട്ടും ആ അള്ളാഹുവിനെ കുറിച്ച് അത്രയും വലിയ കള്ള ആരോപണം പറഞ്ഞു വരുത്തിയിട്ട് കൂടി അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഔദാര്യങ്ങൾ ചൊരിയുന്നുണ്ട്. മനുഷ്യരായ നമ്മൾ എങ്ങനെയായിരിക്കണം? ഇനി പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അഫ്വ്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തേത് അഫ്വുഹു അൽ ആം, പൊതുവായിട്ടുള്ള അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തെമ്മാടികളാവട്ടെ, കുഫാറുകളാവട്ടെ, പാപങ്ങൾ ചെയ്യുന്നവരാവട്ടെ, ഷിർക്ക് ചെയ്യുന്നവരാവട്ടെ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ദുനിയാവിൽ അള്ളാഹു തആല എന്ത് കൊടുക്കുന്നു? അള്ളാഹു തആല ഭക്ഷണം നൽകുന്നു, അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നു, അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ഉപകാരങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് ആ കാര്യങ്ങൾ ലഭിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പൊതുവായിട്ടുള്ള വിട്ടുവീഴ്ചയിൽപ്പെട്ടതാണ്. രണ്ടാമത്തേത് അഫൂൽ ഖാസ്, പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന വിട്ടുവീഴ്ച. അതാർക്കുള്ളതാണ്? അള്ളാഹുവിനോട് ധാരാളമായി മഗ്ഫിറത്തിനെ തേടുന്ന, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന, തൗബ ചെയ്യുന്ന, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന, എന്തെങ്കിലും പരീക്ഷണങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നുള്ളതിൽ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്ന അങ്ങനെയുള്ള ആളുകൾ, പാപങ്ങളിൽ തുടർച്ചയായി മുഴുകാതെ സംഭവിച്ച പാപങ്ങൾക്ക് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന യഥാർത്ഥ അടിമകൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, തായിബീങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അഫ്വ്. അള്ളാഹു തആലയുടെ വാഗ്ദാനം നോക്കൂ, സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തിനോട് അക്രമം ചെയ്തിട്ടുള്ള, പാപങ്ങളിൽ മുഴുകിയിട്ടുള്ള എൻ്റെ അടിമകളോട് നബിയെ നീ പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എന്ത് വലിയ പാപമാണെങ്കിലും, അത് എത്ര തവണ ചെയ്തതാണെങ്കിലും, എത്ര ആഴത്തിലുള്ളതാണെങ്കിലും എല്ലാ പാപവും അല്ലാഹു തആല പൊറുക്കുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഈ ആയത്തിനെ പറ്റി സ്വഹാബികൾ പറഞ്ഞ വാക്ക് കാണാം, അർജാ ആയത്തിൻ ഫി കിതാബില്ലാ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന, പ്രതീക്ഷയേകുന്ന ഒരു ആയത്താണിത് എന്ന്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പാപങ്ങളെ വെച്ച് നോക്കി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും വെച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന പാപങ്ങളും നന്ദികേടും നോക്കുക, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വെച്ച് നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തില്ല എങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം അത്രയും നമുക്ക് എന്തൊരു ചെറിയ കാര്യമുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ണുകൊണ്ടാണെങ്കിലും, കാത് കൊണ്ടാണെങ്കിലും, കൈ കൊണ്ടാണെങ്കിലും, കാലുകൊണ്ടാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്ത് കൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് അള്ളാഹ് കണ്ണിന് കാഴ്ചശക്തി കൊടുത്തിട്ടില്ല, അങ്ങനെയാണ് അയാൾ ജനിച്ചത്, അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ല, അയാൾക്ക് ആ കണ്ണുകൊണ്ടുള്ള പാപം ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ നിഅമത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടും അതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, അള്ളാഹ് നൽകിയ ഒരു കാര്യം കൊണ്ട് അള്ളാഹുവിനെ നന്ദികേട് കാണിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കി, അപ്പോൾ ആ മഗ്ഫിറത്തില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലും ഹദീസിലൂടെയും ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു തആലയോട് പാപമോചനം തേടണം, അള്ളാഹു തആല പാപങ്ങൾ പുറത്തു നൽകുന്നവനാണ് എന്ന് ധാരാളമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ നാമങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തൗഹീദിൽ നമുക്ക് ഉറച്ചിക്കാൻ സാധിക്കുക. കാരണം ഷിർക്ക് കടന്നു വന്നതിൽ പ്രധാനപ്പെട്ട ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയില്ല എന്നുള്ള നിരാശയിലായിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഇടനിലക്കാരെ വെച്ചിട്ടാണ് ഷിർക്ക് കടന്നുകൂടിയത് മനുഷ്യരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ നാമങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യ ഇബ്ന ആദം, എ മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് എന്നോട് ദുആ ചെയ്യുകയാണ് എങ്കിൽ, ഗഫർതു ലക മാ കാന ഫീക വലാ ഉബാലി, നീ എന്ത് ചെയ്താലും അത് ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്, എനിക്കത് വിഷയമുള്ള കാര്യമല്ല. യ ഇബ്ന ആദം, മനുഷ്യ, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ,
നിന്റെ പാപങ്ങൾ ആകാശത്തോളം നീ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ثم استغفرتني غفرت لك ولا أبالي, പിന്നെ എന്നോട് നീ ഇസ്തിഗ്ഫാർ തോടുകയാണെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്, എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. യബ്ന ആദം, എ മനുഷ്യ, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ ഭൂമി നിറയെ പാപവുമായിട്ട് എന്നെ പാപവുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة, നീ എന്നിൽ ഒന്നും പങ്കു ചേർക്കാതെയാണ് എന്നെ കണ്ടെത്തുന്നതെങ്കിൽ അത്രത്തോളം മഗ്ഫിറത്തുമായി ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നുണ്ട്, 3 കാരണങ്ങളാണ് ഇതിൽ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്, അത് പാപം പൊറുക്കാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്, അത് പാപം പൊറുക്കാനുള്ള കാരണമാണ്. മൂന്നാമത്തേത് തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത്, പാപം പൊറുക്കണമെങ്കിൽ തൗഹീദ് ഉള്ളവർക്കേ പാപങ്ങൾ പുറത്തു കിട്ടുകയുള്ളൂ, ശിർക്ക് ചെയ്യുന്നവർക്ക് മഗ്ഫിറത്ത് പിന്നെ ഉണ്ടാവുകയില്ല. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ഇതുപോലെയുള്ള കാരണങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളത് പാപം പുറത്തു കിട്ടാനുള്ള കാരണമാണ്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള കാരണമാണ്. ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു, സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്തിൽ, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ എന്തു ചെയ്യും? പാപങ്ങളെ മായ്ച്ചു കളയും, അത് ഇല്ലാതാക്കി കളയും എന്ന് കാണാം. അതുപോലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നീ ഒരു പാപം ചെയ്തു പോയാൽ അതിനെ നന്മ കൊണ്ട് തുടർത്തുക, ആ നന്മ ആ പാപത്തെ മായ്ച്ചു കളയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാപങ്ങൾ പൊറുക്കുന്നതിന് ധാരാളമുള്ള കാരണങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മനുഷ്യന് ബാധിക്കുന്ന മുസീബത്തുകൾ, രോഗം, അവന് ബാധിക്കുന്ന ദുഃഖങ്ങൾ, മാനസികമായിട്ടാവട്ടെ ശാരീരികമായിട്ടാവട്ടെ, അവൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം, ഇതെല്ലാം ഇഹ്തിസാബ് ഉണ്ട് എങ്കിൽ, അള്ളാഹുൽ പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ് എങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമായി മാറിത്തീരുന്നതാണ്. ഇനി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിൻ്റെ ഈ തൗബ സ്വീകരിക്കുന്നതിൻ്റെ വ്യാപ്തി എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അടിമ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത്. അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു അടിമ വഴികേടിലായിക്കൊണ്ടിട്ടുള്ള ഷിർക്കിലും കുഫറിലും ബിദ്അത്തിലും മഅസിയത്തിലുമായിട്ട് ഒരാൾ പോയിരിക്കുകയാണ്. എന്നിട്ട് അയാൾ തിരിച്ചു വന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്ന ത്വാഅത്തിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് എല്ലാം മടങ്ങി വന്നു കഴിഞ്ഞാൽ അള്ളാഹു അതിൽ അതിയായി സന്തോഷിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമയിലൂടെ അത് പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി, അള്ളാഹുവാണ് ഒരു അടിമയുടെ തൗബയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവൻ. ഒരു അടിമ തൗബ ചെയ്ത് മടങ്ങിയാൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് അള്ളാഹുവിനാണ്. ഹീന യതൂബ് ഇലൈഹി, അവൻ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ, മിന്നഹദിക്കും, എത്രത്തോളമാണ് ആ സന്തോഷം എന്ന് പറയാം, മിന്നഹദിക്കും കാന അലാ റാഹിലതിഹി ബിഅർളി ഫുലാത്ത്, ഒരാൾ അവൻ വിജനമായ ഒരു പ്രദേശത്ത് അവൻ്റെ വാഹനമൃഗത്തിൽ യാത്രയിലാണ്. ഫൻഫലതത് മിൻഹു, പെട്ടെന്ന് അവൻ്റെ ആ വാഹനമൃഗം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. വഅലൈഹ തആമുഹു വശറാബുഹു, അവൻ്റെ ഭക്ഷണവും പാനീയങ്ങളും എല്ലാം അവൻ്റെ ആ വാഹനമൃഗത്തിലാണ്. ഒരു മരുഭൂമിയിലൂടെ യാത്ര പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഒട്ടകമുണ്ട്, അതിൻ്റെ മേലെ അവന് ആ യാത്രക്ക് ആവശ്യമായിട്ടുള്ള അത്രയും സമയത്തേക്കുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ആ വാഹനമൃഗം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഫഅയ്സ മിൻഹ, അതിനി ഒരിക്കലും കിട്ടൂല എന്നുള്ള അവസ്ഥയിൽ അത് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുകയാണ്. فأتى شجرة فالتجع في ظلها قد أيس من راحلته, അങ്ങനെ അവൻ അവിടെ ഒരു തണൽ കിട്ടിയ ഒരു വൃക്ഷം കണ്ടു. അപ്പോൾ മൃഗം പോയി, വെള്ളം പോയി, ഇനി മുന്നിൽ മരണമല്ലാതെ ഒന്നുമില്ല, എല്ലാം നിരാശ, നഷ്ടം. അങ്ങനെ അവൻ ആ മരത്തിൻ്റെ അടുക്കൽ വന്നിട്ട് അവനൊന്ന് അവൻ്റെ വിശ്രമിക്കാൻ വേണ്ടി അവിടെ കിടന്നു. അങ്ങനെ ഫബൈനഹു വകദാലിക് ഇദ് ഹുവ ബിഹാ ഖായിമതൻ ഇൻദഹു, അങ്ങനെ അവൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അതാ അവൻ നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല എന്നവൻ ഉറപ്പിച്ച അവൻ്റെ വാഹനമൃഗവും അവൻ്റെ വസ്ത്രവും ഭക്ഷണവും വെള്ളവും എല്ലാം ഉള്ള ആ വാഹനമൃഗം അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഫഅഖദ ബിഖുതാമിഹാ, അവൻ അതിൻ്റെ മൂക്കയർ പിടിച്ചുകൊണ്ട്, ثم قال من شدة الفرح, അങ്ങേയറ്റത്തെ സന്തോഷമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ആ അവസ്ഥ നമ്മൾ തസവ്വുർ ചെയ്ത് നോക്കി, ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മളാണ് അവസ്ഥയിലുണ്ട് എന്നെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാവും. ആ അവസ്ഥയിൽ അവൻ സന്തോഷം കൊണ്ട് അവൻ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്,
അള്ളാഹുവെ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ് എന്നവൻ ആ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ എന്തായി തെറ്റിപ്പറഞ്ഞു പോയി. മിൻ ശിദ്ദത്തിൽ ഫർഹ്, സന്തോഷം ആധിക്യത്തിൽ തെറ്റിപ്പോയി. അപ്പം അത്ര സന്തോഷം, അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമ തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുലേക്ക് വരുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നതാണ്. അപ്പം എന്താണ് ഒരടിമക്ക് തൗബ ചെയ്യാൻ തടസ്സമായിട്ടുള്ള കാര്യം? എന്താണ് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ തടസ്സമായിട്ടുള്ള കാര്യം? അപ്പോൾ പാപങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ മുസിറായിട്ടല്ല, പാപങ്ങളിൽ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടർന്നു പോകുന്നതല്ല, അവരെ പറ്റിയല്ല അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, എന്നാൽ പാപങ്ങൾ സംഭവിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാമങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അഫൂവാണ്, പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്. ഗഫൂറാണ്, ഗഫാറാണ്, തവ്വാബാണ്, പാപങ്ങൾ പുറത്തു നൽകുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഇനി അത് എപ്പോഴും അങ്ങനെയാണ്. എത്ര പാപം സംഭവിച്ചു പോയാലും അള്ളാഹു തആല അവിടെ ഉണ്ട് പാപം പൊറുക്കാൻ. ലാ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരാളും പാപം പൊറുക്കാനില്ല. ഒരു ഹദീസ് നോക്കൂ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ പാപം ചെയ്തു. ഫഖാല അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി, അങ്ങനെ അടിമ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹു എനിക്ക് നീ പുറത്തു നൽകണമേ, ഞാൻ എന്നെ പാപം ചെയ്തു പോയി, എനിക്ക് പുറത്തു നൽകണമേ. ഫഖാല തബാറക വ തആല, അപ്പോൾ അള്ളാഹു തആല പറയാണ്, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ അതാ ഒരു പാപം ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ് വയഖുദു ബിദംബ്, അവനറിയാം അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്ന ഒരു റബ്ബുണ്ട്, അവൻ്റെ പാപത്തിൻ്റെ മേലെ അവനെ ശിക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്. ഇപ്പോൾ ഒരാൾ മഗ്ഫിറത്ത് കാണണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി വേണം, അള്ളാഹു പുറത്തു തരും എന്നുള്ള പ്രതീക്ഷ വേണം. അപ്പോൾ അങ്ങനെയുള്ളവന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹുവിനോട് പുറത്തു തരണേ തേടുള്ളൂ. അപ്പം അങ്ങനെ അവൻ തേടിയിട്ടുണ്ട്, അവനറിയാം പാപങ്ങൾ പൊറുക്കുന്ന, പാപത്തിന് ശിക്ഷിക്കുന്ന റബ്ബുണ്ട്, അവനറിയാം എന്ന് അള്ളാഹു പറയും. സുമ്മ ആദ ഫഅദ്നബ, പിന്നെ അടിമ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ പാപം ചെയ്തു, വീണ്ടും ആ പാപം ചെയ്തു. ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, ഐ റബ്ബി ഇഗ്ഫിർ ലി ദംബി, വീണ്ടും അവൻ പറഞ്ഞു, റബ്ബേ ഞാൻ വീണ്ടും പാപം ചെയ്തു, എനിക്കത് പുറത്തു നൽകണമേ. ഫഖാല തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അബ്ദി അദ്നബ ദംബൻ ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ് വയഖുദു ബിദ്ദംബ്, അല്ലാഹു പറയും എൻ്റെ അടിമ ദാ വീണ്ടും പാപം ചെയ്തു, അവനറിയാം പാപം പൊറുക്കുന്ന ഒരു റബ്ബുണ്ട്, അതുപോലെ തന്നെ പാപത്തിന് ശിക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട്. സുമ്മ ആദ ഫഅദ്നബ, വീണ്ടും അടിമ കുറച്ച് കഴിഞ്ഞിട്ട് ആ പാപം ചെയ്തു. ഫഖാല ഐ റബ്ബി ഇഗ്ഫിർ ലി ദംബി, വീണ്ടും അവൻ പറഞ്ഞു, റബ്ബേ എൻ്റെ പാപം നീ പുറത്തു തരണം. ഫഖാല തബാറക വ തആല, അല്ലാഹു തആല പറയാണ്, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ പാപം ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിദ്ദംബ്, അവനറിയാം അവന് പാവം പൊറുക്കുന്ന റബ്ബുണ്ട്, പാപത്തിൻ്റെ മേലെ ശിക്ഷിക്കുന്ന റബ്ബുണ്ട് എന്ന് അവനറിയാം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇഅ്മൽ മാ ശിഅ്ത ഫഖദ് ഗഫർതു ലക്, നീ എന്താ ചെയ്തു നിനക്ക് ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. അതായത് ഒരടിമ പശ്ചാത്തപിക്കുന്ന കാലമത്രയും അവൻ ഖൈറിലായിരിക്കും, പശ്ചാത്തപിക്കുന്ന കാലമത്രയും അവന് ഖൈറിലായിരിക്കും. പക്ഷെ പാപങ്ങളിൽ മുഴുകി തുടർന്നു കഴിഞ്ഞാൽ പശ്ചാത്തപിക്കാൻ പിന്നെ അവന് സാധിക്കില്ല. അതാണ് പാപത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. പാപം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? അതിൽ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള തൗഫീഖ് ലഭിക്കുകയില്ല, അതിന് സാധിക്കില്ല. ഇപ്പോൾ ചില ആളുകൾ കാണാം, ഒരു പാപം ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരിക്കും. ഒരു പാപം സംഭവിച്ചു പോയാൽ വേഗം വുദു എടുത്ത് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തേടിയൊക്കെ ചെയ്യും. പിന്നെ വീണ്ടും വീണ്ടും ആ പാപത്തിൽ മുഴുകി കഴിഞ്ഞാൽ പിന്നെ അവന് സാധിക്കില്ല. അവനെ പാപം സംഭവിച്ചു പോയാൽ പിന്നെ തൗബ ചെയ്യാം, പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യാം, അങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ പിശാചിന് അവൻ്റെ മേലെ എന്താവും? പ്രതീക്ഷ വരാൻ തുടങ്ങും, പിശാചിന് സന്തോഷമായി തുടങ്ങും. ഒരിക്കലും അങ്ങനെ ആകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ ഏത് സമയത്തും ആ പാപത്തെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. പാപം ചെയ്തിട്ട് അള്ളാഹ് പുറത്തു തരും, അതുകൊണ്ട് പാപം ചെയ്യാം എന്നല്ല. കാരണം അങ്ങനെ വിചാരിച്ചാൽ അവന് പാപത്തിന് ഇസ്തിഗ്ഫാർ ചെയ്യാനോ തൗബ ചെയ്യാനോ തൗഫീഖ് കിട്ടൂല. അള്ളാഹുവിനെ ഗഫൂറും ഗഫാറുമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ അള്ളാഹുവിനോടുള്ള ലജ്ജ കാരണത്താൽ അത്രയും പാപം പൊറുക്കുന്ന റബ്ബ് എനിക്കുണ്ടായിട്ട് ആ പാപം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ലജ്ജ കാരണത്താൽ ആ പാപം ഒഴിവാക്കാനാണ് അവൻ ശ്രദ്ധിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ആ പാപം പുറത്ത് കിട്ടണമെങ്കിൽ അതിനനുസൃതമായ കാരണങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അള്ളാഹു തആല പറഞ്ഞതുപോലെ സൂറത്തു ത്വാഹയിൽ 82-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ തുമ്മ ഇഹ്തദാ, ഞാൻ അങ്ങേയറ്റം പാപം പൊറുക്കും,
ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നേർമാർഗത്തിലായിട്ടുള്ള ആളുകൾക്ക് അഥവാ അതിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ഉണ്ടാകും. അപ്പോൾ ഈ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിനെ അറിയുന്നതിൽ പ്രധാനപ്പെട്ടതുമാണ്.